നെറ്റിത്തൊഴു മയിലാടുംപാറയ്ക്ക് സമീപം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കാണപ്പെട്ടതായി നാട്ടുകാർ. ജനവാസ മേഖലയ്ക്ക് സമീപം ഇന്നലെ രാത്രിയാണ് കടുവയെ കണ്ടതായി പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നെറ്റിത്തൊഴു കടുക്ക സിറ്റിക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് ജനവാസമുള്ള പ്രദേശത്താണ് ഇന്നലെ രാത്രി ചിലർ കടുവയെ കണ്ടതായി പറയപ്പെടുന്നത്. പുലർച്ചെ ഈ ഭാഗത്ത് കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കനത്ത മഴ പെയ്തിരുന്നതിനാൽ കാൽപ്പാടുകൾ വ്യക്തമല്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഭാഗത്തു നിന്നും ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ നിലയിൽ കടുവയെ കണ്ടെത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ വീണ്ടും കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ അറിയിച്ചതോടെ ഇന്ന് ഈ മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വരുന്ന ദിവസങ്ങളിൽ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഈ മേഖലയിൽ സമാനമായ രീതിയിൽ കൃഷിയിടങ്ങളിലൂടെ ചേർന്ന് കാൽപ്പാടുകൾ കാണപ്പെടുകയും വനംവകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കടുവയുടെ സാന്നിധ്യമുള്ളതായി ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് ഈ മേഖലയിൽ വീണ്ടും പരിഭ്രാന്തി പടർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അണക്കര.